ഹലോ, ഐ ആം ഹസ്ന. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ചിലപ്പോൾ ഇതിന് മുന്നേ വേറൊരു വ്ളോഗ് ഞാൻ ഇട്ടേക്കാം, ജസ്റ്റ് ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ. എൻ്റെ കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമാണ് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. അത് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട്, ഇന്ന് തുടങ്ങാം, നാളെ തുടങ്ങാം. കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ടേ വിചാരിക്കുന്നുണ്ട്, ജസ്റ്റ് ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടിട്ട് തുടങ്ങാൻ. പക്ഷെ അങ്ങോട്ടങ്ങ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് മനസ്സിലാവുന്നില്ല. കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു എങ്ങോട്ടേലും പോകുമ്പം ഇങ്ങനെ നടന്നു പോകാൻ നേരത്ത് ഇങ്ങനെ വീഡിയോ എടുക്കാം, അങ്ങനെ വല്ലതും എടുക്കാമെന്ന്. പക്ഷേ നടന്നു പോകാനൊരു സാഹചര്യം കിട്ടുന്നില്ല, ആരിലൊക്കെ വിളിക്കാൻ വരും. ഇന്ന് നമ്മൾ നടന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടന്നിറങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ കൂടെ ഞാൻ ഒറ്റക്കല്ല, എൻ്റെ കൂടെ 1 2 3 4 5 ഞാനും കൂടെ കൂട്ടി 6 പേരുണ്ട്. അപ്പോൾ എൻ്റെ അനിയത്തിയുണ്ട്, എൻ്റെ ഇക്കയുടെ വൈഫുണ്ട്, പിന്നെ ഉമ്മിയുടെ ഏറ്റവും ഇളയ ആങ്ങളയുടെ ഭാര്യയും 2 പിള്ളേരും ഉണ്ട്. നടന്ന് നമ്മൾ ഇവിടെ പാർക്കിലോട്ട് പോവുക, പബ്ലിക് പാർക്കിലോട്ട് പോവുക. അപ്പോൾ കുറച്ച് നേരമായിട്ട് ഇൻട്രോ എങ്ങനെ എടുക്കുമെന്ന് അറിയാണ്ട് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇളയ അമ്മായി പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞ് അങ്ങോട്ട് ചെയ്യ്, സാധാ സ്നാപ്പിലൊക്കെ ഓരോ വീഡിയോ എടുക്കുന്നവരെ അങ്ങോട്ട് ചെയ്യുന്നു. ആ ഒരു പ്രോത്സാഹനത്തിൽ ഞാൻ അങ്ങോട്ട് തുടങ്ങി ഒരു ഇൻട്രോ അങ്ങ് എടുത്ത്. വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നടന്ന് പാർക്ക് എത്താനായി. ഒന്ന് ആഞ്ഞു പിടിച്ച് നടന്നാൽ 5-10 മിനിറ്റിനുള്ളിൽ എത്താം, പയ്യെ നടന്നാൽ പയ്യെ എത്താം. നമ്മൾ സലാലെ വന്നിട്ടിപ്പം 1 മാസം ആയി, 1 മാസം കഴിഞ്ഞ് 1.5 മാസമായി. പക്ഷേ ജബലിൽ പോലും പോവാലോ, സമയമുണ്ടല്ലോ, പയ്യെ പോവാം. പബ്ലിക് പാർക്കിൽ പോലും ഒരു വട്ടം എന്തോ വന്ന് അനിയത്തിക്ക് ഇവക്കും കൂടെ റീലെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് വരുന്നത്. ശരിക്കും നമ്മൾ പബ്ലിക് പാർക്കിലോട്ട് പോകുന്നത് ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും റൂമിൽ തന്നെയല്ലേ, ചുമ്മാ പാർക്കിൽ പോയിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ എഴുതി. എന്ന് വെച്ചാൽ നല്ല വലിയ പാർക്കാണ്, കുറേ പേര് വോളിബോൾ കളിക്കുന്നതും ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട്, ഓപ്പൺ ജിമ്മുണ്ട്. നാലുമൂടി ജംഗ്ഷൻ. ഇവിടെ ഖരീഫ് സീസൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ഊട്ടി മൂന്നാർ പോലത്തെ ക്ലൈമറ്റാണ് ഈ മാസം അടുത്ത മാസമൊക്കെ. ആ ഒരു ടൈമിൽ കറക്റ്റ് എനിക്കറിയത്തില്ല കേട്ടോ, എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടാവും. നോർമലി ഉള്ള മാതിരി ഭയങ്കര മഴയൊന്നും ഉണ്ടാവില്ല, കോട നിറഞ്ഞ് ചാറ്റൽ മഴ. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഒരു ഡാൻസ് കളിക്കുന്നത്. പബ്ലിക് പാർക്ക് എത്താനായി. എൻ്റെ ഫോണിൽ തന്നെയാണ് പാട്ട് വെച്ച് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പം മറ്റാണെങ്കിൽ ചില ക്ലിപ്പ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്യാം. ഇവിടെ ഒരു ഓണം സെലിബ്രേഷന് കളിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. ആ സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ ഇതിലോട്ട് അപ്ലോഡ് ചെയ്യും. സ്റ്റേ ട്യൂൺഡ്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പോലും അറിയത്തില്ല. ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട്, ഇങ്ങനെയെങ്കിലും എനിക്കൊരു ഉത്സാഹം വരട്ടെ. എനിക്ക് കുറേ റിലേറ്റീവ്സ് ഉണ്ട്. ഉമ്മിയുടെയും വാപ്പിയുടെയും ഫാമിലി തന്നെ നോക്കുമ്പോൾ തന്നെ കുറേ ആൾക്കാരുണ്ട്. ഉമ്മിക്ക് 5 ഇക്കാമാരുണ്ട്, ഏറ്റവും ഇളയ മോള. വാപ്പിക്ക് 5 അനിയന്മാരുണ്ട്, പിന്നെ ഒരു പെങ്ങളുണ്ട്. ഒരു വലിയൊരു കുടുംബമാണ്. അവരെല്ലാവരെയും കൂടെ കാണിച്ചു തരുമ്പോൾ തന്നെ എൻ്റെ ചാനലിൽ ഓരോരോ കണ്ടന്റുകൾ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ വൃത്തിക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ആദ്യം ഞാൻ മെയിനായിട്ട് നോക്കിയിരുന്നത് നല്ലൊരു ഫോൺ ഉണ്ടെങ്കിൽ അത് ആദ്യം സെറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ച് ഫോൺ ആവട്ടെ എന്ന് പറഞ്ഞത്. അതിന് നോക്കി നിൽക്കുമ്പോഴേക്കും സമയം കുറെ ലേറ്റ് ആവും. യെസ്, സംസാരിച്ച് സമയം പോയതറിയില്ല. നമ്മൾ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഒരു സൈഡിൽ ചെന്നപ്പോൾ നിറച്ച് പിള്ളേർ. സംഭവം എനിക്ക് സ്റ്റേജ് കളിക്കാനൊന്നും ഭയങ്കര സ്റ്റേജ് ഫെയർ ഒന്നും അങ്ങനെ ഇല്ലാത്ത ആളാണ്, ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രം. പുറത്തിറങ്ങി വന്നിട്ട് എല്ലാവരും കൂടെ ഇരിക്കുന്നിട്ട് അറും മുന്നിൽ കളിക്കാൻ ഒരു ചമ്മലും അല്ലേ. തുടക്കത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ അത് കഴിയുമ്പോൾ മാറും. ഇവിടെ പ്രാക്ടീസ് ചെയ്യാന്ന് വിചാരിച്ചു, പക്ഷെ അത്രയും പിള്ളേരുള്ളതുകൊണ്ട് വേണ്ട. ഞാൻ ക്യാമറ തല തിരിച്ചും പിടിച്ചുമൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള വീഡിയോ നേരെയും അങ്ങോട്ട് തിരിച്ചു കാണിക്കുന്ന വീഡിയോ തലതിരിഞ്ഞിട്ടാണെങ്കിൽ കട്ട് ചെയ്തിട്ട് സെറ്റാക്കേണ്ടി വരും. തുടക്കം അല്ലേ, ഓരോ വീഡിയോസ് ഇനിയും വരുമ്പോൾ റെഡിയാകും, ഇമ്പ്രൂവ് ആകുമായിരിക്കും. നടുവേദനിക്കുന്നു. ഇത് കാലുകൊണ്ട് ഇതാക്കണ്ടല്ലേ, സാന്നിധ്യം പിടിച്ചത് ഇങ്ങനെ ആക്കിയാൽ മതി.
ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വന്നിട്ട് ഊനാലാടിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനൊരു സ്പോട്ട് കണ്ടുപിടിച്ചു. ഈ മരത്തിൻ്റെ മേളിൽ ബാഗൊക്കെ വെച്ചിട്ട് ഇനി പ്രാക്ടീസ്. അങ്ങനെ പ്രാക്ടീസ് ഒരു ഇതുവരെ കഴിഞ്ഞു. ക്ഷീണിച്ചു. എനർജി ഡ്രിങ്ക് കുടിക്കാൻ പോവാണ്. വെള്ളം. ഞാൻ സംസാരിക്കുന്ന കേട്ടിട്ട് ഹേ ആച്ചില്ലേ ലക്ഷദ്വീപ് ബ്ലോഗർ സംസാരിക്കണ മാതിരി തോന്നുന്നുണ്ട്. ഓരോരോ റീലും കണ്ടിരിപ്പല്ലേ പണി. നോക്കട്ട് വെട്ടടിച്ചിട്ട് അടുത്ത ഭൂമി കാണുന്നില്ല. ഇപ്പോഴാണോ കത്തിയ ട്യൂബ് ലൈറ്റ്? ഇവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇവിടെ പോവാ വെള്ളം മേടിക്കാൻ. നിനക്കെന്താ വേണ്ടേ? നാട്ടിലല്ലായിരുന്നെങ്കിൽ ഞാൻ ഉടനെ പറഞ്ഞ ജ്യൂസ്. എന്ത് ഗ്രേപ്സാ? ബോൾ ഗ്രേപ്സിന്റെ ജ്യൂസ്. എൻ്റെ പേരിൽ തന്നെ ഉള്ളൊരു ബ്രാൻഡ് ഉണ്ട്, അത് കുടിച്ചേനെ. ഇത് കണ്ടിട്ട് ഇതിൽ ഏത് കുടിക്കണമെന്നൊന്നും മനസ്സിലാവില്ല. എനിക്ക് ലെബൻ കുടിക്കണ ഇഷ്ടമല്ല, പക്ഷേ ഒരു വട്ടം കാപ്പി കൊണ്ടുവന്നപ്പോൾ കുടിച്ചു നോക്കിയിട്ട് രസമുണ്ട്. വാട്ട് യു വാണ്ട്? ഇതൊക്കെ സ്ക്വാഷ് അല്ലേ ഇത്? അത് ഞാനും ചോദിക്കുന്നത്. ഇത് സ്ക്വാഷ് അല്ലേ? അല്ല, നല്ല ദാഹിക്കുന്നുണ്ട്, പക്ഷേ ടേസ്റ്റ് നോക്കി കുടിക്കാൻ പറ്റത്തില്ലല്ലോ, ഒരു പേടി. അങ്ങനെ അമ്മായി ബില്ലടിക്കാനവിടെ നിന്നിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. എനിക്ക് ഭയങ്കര ക്ഷീണം. ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ക്ഷീണം എന്ന് പറയുന്നത് എന്തൊരിതാലേ. പക്ഷേ ഞാൻ എൻ്റെ പേരിലെ ഉദ്ദേശിച്ചേക്കണത് അതാ, അൺഫിൽട്ടേർഡ് ഹസ്ന. ഫിൽട്ടർ ചെയ്തൊന്നും കാണിക്കുന്നില്ല. എന്താണോ ഞാൻ അത് തന്നെ അങ്ങ് കാണിക്കുന്നത്. ഇല്ലാത്ത കാര്യം ഉള്ളതാക്കി കാണിച്ച് ചെയ്യുന്നതിൽ നല്ലതാണല്ലോ എന്താണുള്ളത് എന്നുള്ള രീതിയിൽ കാണിച്ച് ചെയ്യുന്നത്. തുടക്കത്തിൽ അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഫുള്ളും അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും ഒരു വൃത്തി. അതിലൊരു ക്വാളിറ്റി കൊണ്ടുവന്ന് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മാമ വരും നമ്മളെ കൂട്ടാൻ. മാമ വന്നിട്ട് വീട്ടിലോട്ട് പോകും. ഇനിയും ഇങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. മിക്കവാറും ലോങ് വീഡിയോ ഒക്കെ കുറവായിരിക്കും, ഷോർട്ട് വീഡിയോസൊക്കെ ഇടും. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്ന കണ്ടാൽ എനിക്ക് വീഡിയോ ഇടാനൊരു ത്വര വരും. അങ്ങനെ പിച്ച വെച്ച് പോവട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുന്നു. അപ്പം ബൈ. ഇങ്ങനെ എടുക്കണം. വെട്ടം വേണം.